അപ്പം മറുവാദങ്ങൾക്ക് നമ്മൾ ക്ഷണിക്കുന്നു ശ്രീ രാഹുൽ ഈശ്വർ. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി മാരേജ് ആൻഡ് സോഷ്യൽ വെൽബീയിങ് 2016 കൃത്യമായി ലോകത്തിലെ പ്രമുഖമായ 4 യൂണിവേഴ്സിറ്റികൾ. ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്നു അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ള നടക്കില്ല. അത് എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നടക്കില്ല. അത് നടക്കില്ല. അത് ലോകത്ത് നടക്കത്തില്ല എന്നുള്ളത് തന്നെ പോലുള്ള മനുഷ്യന്മാരുടെ അടുത്തുള്ള കാലം നടക്കത്തില്ലെന്ന് എനിക്കും അറിയാം. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. താങ്കളുടെ തീരുമാനമല്ല. അതെ, പിന്നെ തനിക്ക് താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. I don't like your attitude. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. മൈത്രേയൻ യാഥാർത്ഥ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കറിയാവുന്ന കാര്യമാണ്. തനിക്ക് വിവരമില്ലെന്ന് പറ. നീ എന്നെ കൂടുതൽ താൻ അല്പമെങ്കിലും സ്വല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അതിനൊന്നും ഇല്ലേ? നാണക്കേടായി നാട്ടിലും വീട്ടിലും. ഇവിടെ നോക്ക്. അല്ല മൈത്രൻ അങ്ങനെ പറയല്ലേ. മൈത്രേയൻ എന്നോട് ഇയാൾ ചോദിച്ചു, ഇയാൾ പറഞ്ഞു കഴിഞ്ഞാണ് മിണ്ടരുത്. അമ്മാമയോട് വാ വിളിക്കലെന്ന് പറയാൻ നീ ഏതാടാ വാവളപ്പ? അമ്മാമ പൊളി അമ്മാമേ വായ. അവിടെ പോട്ടെ. ഞാൻ പറഞ്ഞ അവിടെ അതിർത്തികൾ മാഞ്ഞ് ലോകം മുഴുവൻ ഒരു ജനതയാകുമ്പോൾ താങ്കളുടെ വിശ്വാസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ വിശ്വാസികളെ ഇഷ്ടവേ അല്ല. എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ആണവായുധ അപ്പുറത്തിരിപ്പുണ്ട്. ഞാൻ കയറി ചൊറിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇല്ലാതാകും. അങ്ങനെയാണെന്നുണ്ടല്ലേ. അല്ല താങ്കൾ ഈ പറയുന്ന വിശാലമായ ശാന്തി കളിയാടുന്നുണ്ടല്ല. ആണ്. അത് വിവരമില്ലാതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് പറയുന്നത് കേൾക്കാനെങ്കിലും മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കും. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. തനിക്ക് ആ വിഷയം അറിഞ്ഞുകൂടാതെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാമെങ്കിൽ തനിക്ക് അല്പമെങ്കിലും ഉണ്ടാകും. സാർ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണ്ട. പോയിക്കോ. ഇവിടെ നിന്ന് എന്റെ കൺട്രോൾ വെച്ച് സാർ പോയിക്കോ. സാറേ MDMA മനുഷ്യനെ കൊല്ലുന്ന മയക്കുമരുന്നാണെന്ന് തർക്കക്കാരുന്നില്ല. അതിന് ഏത് വൈദ്യുതി മാറാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞാണ് യാഥാർത്ഥ്യക്കാരുത്തി. ഞാൻ ഈ വിവരക്കേട് വിടത്തില്ല എന്നുള്ള വാശി കൊണ്ടാണ്. വാശിയല്ല മൈത്രയാ. അത് വാശിയല്ല മൈത്രയാ. വല്ലാതങ്ങ് ചിരിക്കണ്ട. ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. പറഞ്ഞ ശാന്തി കളയാടുന്ന അന്തരീക്ഷമാണെങ്കിൽ എല്ലാ കാര്യവും ബോധമുള്ള മനുഷ്യരാണെങ്കിൽ എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ തന്റെ വായിക്കാതൊന്നും ഇങ്ങോട്ട് വീഴുന്നതാ. ഞാൻ പറഞ്ഞിട്ടില്ല. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അത് വാശിയല്ല മൈത്രയായി. അങ്ങനെ നന്നായിട്ട് ചിരിക്ക്. ഒടുക്കത്തെ ചിരി കാണുമ്പോ എന്റെ പുന്നാരനിയ ഈ ചേട്ടന് കുളിര് പോരുക. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.